ആദ്യം തന്നെ ഒരു പ്രാർത്ഥനാ ഗീതം ആലപിക്കുവാനായിട്ട് ഗോപിക മനോജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആനന്ദ സംസാര സമുദ്രധാര നൗകായിതാഭ്യാം ഗുരുഭക്തിതാഭ്യാം വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. Thank you, Gopika. So now, let me introduce our MCs to the audience. Firstly, Priyesh. Priyesh is an accomplished IT leader with 26 years experience in Cognizant driving large-scale program, portfolio and account management. Currently, he is the co-founder and chief inspiration officer at Catalyst 360 Consulting Service, a firm specializing in IT consulting, leadership development and personal transformation coaching. He is an experienced trainer on project management, leadership development and soft skills and have delivered various sessions on these topics for different levels of audience. A regular speaker on TEDx, conferences and campus programs. Priyesh is a certified project management professional, certified life coach, certified NLP master practitioner and certified Enneagram coach. He is also serving the role of VP branches and member of board of directors for Project Management Institute, Kerala chapter. Nextly, we have Lakshmi. She is an announcer with All India Radio Kochi FM and a board member of Catalyst 360 Consulting Services, a firm specializing in IT consulting, leadership development and personal transformation coaching. In her free time, she indulges in her passion for mural painting. Additionally, she is an accomplished Tiruvadra artist and actively participates in various events around the city. A versatile and multi-talented individual, Lakshmi possesses a wide array of skills, including drawing, painting, dancing, singing, and stitching. Thank you. That's it from my side. I'll hand over my mic to the MCs today. Over to you. Thank you, Kadambari. ആദ്യമായി ദീപം തെളിയിക്കൽ ചടങ്ങാണ്. ദീപം തെളിയിക്കുന്നതിനായി ആര്യമിൻ്റെ ഗുരു ശ്രീ ചന്ദ്രമന നാരായണൻ നമ്പൂതിരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആര്യമിൻ്റെ അച്ചമ്മ രാധാമണി കുഞ്ഞമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ തങ്കം, ആര്യമിൻ്റെ അമ്മുമ്മ, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ലളിത, ആര്യമിൻ്റെ ഗ്രേറ്റ് ആണ്ട്, എല്ലാവരും വേദിയിലേക്ക് വരേണ്ടതാണ്. മനോഹരമായൊരു കച്ചേരിയാണ് ഇന്ന് രാവിലെ അരങ്ങേറിയത്. അതിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും
വേദിയിലേക്ക് സ്വാഗതം. 7 വർഷത്തെ ആര്യമൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മളിന്ന് കണ്ടത്. ഇത്ര നല്ലൊരു കച്ചേരി അവതരിപ്പിച്ചതിന് ആര്യമന് ആദ്യം തന്നെ നല്ലൊരു കയ്യടി കൊടുക്കാം. താങ്ക് യു. കച്ചേരി അരങ്ങേറ്റം ഒരു വിദ്യാർത്ഥിയുടെ ഇന്ത്യൻ പരമ്പരാഗത സംഗീതത്തിൽ ആദ്യ അവതരണമാണ്. ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ വർഷങ്ങളായുള്ള കഠിന പരിശീലനത്തിൻ്റെ ആദ്യ പടിയാണ് കച്ചേരി. എന്നാൽ സംഗീത കച്ചേരി അരങ്ങേറ്റം എന്നാൽ വേദിയിലേക്ക് കയറ്റം എന്നാണ് അർത്ഥം. ഈ പ്രാമുഖ്യ പരിപാടിയിൽ വിദ്യാർത്ഥിയുടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പ്രാവീണ്യം പ്രദർശിപ്പിക്കപ്പെടുന്നു. അവരുടെ സംഗീതത്തിൻ്റെ സമഗ്രമായ രചനകൾ, താളവേളകളിൽ പ്രാവീണ്യം, പ്രകടനശേഷി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. കച്ചേരി അരങ്ങേറ്റം വിദ്യാർത്ഥിക്ക് ഒരു നാഴികക്കല്ല് മാത്രമല്ല, അവരുടെ സമർപ്പണം, പരിശീലനം, സമൃദ്ധമായ സംസ്കാരപരമായ പൈതൃകം എന്നിവയുടെ ആഘോഷമാണ്. കച്ചേരി അരങ്ങേറ്റത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ശാസ്ത്രീയ സംഗീതത്തിൽ പ്രാവീണ്യം നേടുന്നത് ഗുരുവിൻ്റെ മാർഗനിർദ്ദേശവും അനുഗ്രഹവും അനിവാര്യമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം വിദ്യാർത്ഥിയുടെ സമർപ്പണത്തിനും പരിശ്രമത്തിനും അംഗീകാരം നൽകുന്നതിനായി കാണപ്പെടുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹം വിദ്യാർത്ഥിയുടെ സംഗീതപരമായ യാത്രയെ ആത്മീയമായും ബുദ്ധിപരമായും പിന്തുണയ്ക്കുന്നതാണ്. ഇത് അവരുടെ ഭാവിയിലേക്ക് പ്രചോദനവും മുന്നേറ്റവും ഉണ്ടാക്കുന്നു. ആര്യമൻ, ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. Hello. A warm good morning to all of you. What an absolutely mesmerizing performance we witnessed today morning. First of all, let me congratulate Aryaman for that absolutely mesmerizing performance we witnessed today morning. Let me take this occasion to brief about what we saw today morning with Kacheri Arangetram. It's a traditional debut performance by a student of Indian classical music, marking the first step after years of rigorous training under the guidance of a guru. The term Kacheri refers to a musical concert, while Arangetram translates to ascending the stage. This significant event showcases the students' proficiency in classical music, highlighting their mastery of complex compositions, rhythmic patterns, and improvisation skills. The Kacheri Arangetram is not only a milestone for the student, but also a celebration of their dedication, discipline, and rich cultural heritage of Indian classical music. In a Kacheri Arangetram, the blessings of the Guru hold special importance. Attaining proficiency in classical music requires the guidance and blessings of the Guru. The Guru's blessing are seen as a recognition of the student's dedication and hard work. These blessings provide spiritual and intellectual support to the student's musical journey, serving an inspiration and motivation for their future endeavors. Aryaman, wish you all the best. Let's start with the facilitation function. ആര്യമൻ്റെ ഗുരുവായ ചന്ദ്രമന നാരായണൻ നമ്പൂതിരിപ്പാടിനെയാണ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ ചന്ദ്രമന കുടുംബാംഗമായ ശ്രീ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ശ്രീധരൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും പ്രശസ്ത കഥകളി കലാകാരന്മാരാണ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും ഉന്നത നിലയിൽ ഗാനഭൂഷണം, ഗാനപ്രവീണ എന്നീ ബിരുദങ്ങൾ കരസ്ഥമാക്കി. പിന്നീട് ഉജ്ജ്വലമായ ഒരു സംഗീത അക്കാദമി സ്ഥാപിച്ചതിനോടൊപ്പം ലോകമെമ്പാടുമുള്ള ശിഷ്യർക്ക് സംഗീതം പഠിപ്പിച്ചു വരികയും ചെയ്യുന്നു. മനോധർമ്മ സംഗീതത്തിൻ്റെ വക്താവായ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി കർണാടക സംഗീതത്തിൽ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ശൈലിയാണ് പിന്തുടർന്നു പോരുന്നത്. കർണാടക സംഗീത സബരിയിൽ അരനൂറ്റാണ്ട് തികഞ്ഞ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി ഈ അടുത്ത കാലത്ത് വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹനായി. ഏതൊരു സംഗീത വിദ്യാർത്ഥിയും ഗുരുവായി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ചന്ദ്രമന നാരായണൻ നമ്പൂതിരി അറിയപ്പെടുന്ന കലാകാരന്മാരായ ശ്രീ ശങ്കരൻ നമ്പൂതിരി, ശ്രീ KS വിഷ്ണുദേവ് നമ്പൂതിരി, പിന്നണി ഗായകരായ മധു ബാലകൃഷ്ണൻ, വിവേകാനന്ദ എന്നിവർക്ക് ഗുരുസ്ഥാനീയനാണ്. ചന്ദ്രമന നമ്പൂതിരിപ്പാടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Sri Chandramana Narayanan Nambudiri hails from the famous Chandramana family in Kerala. His father, Sri Sridharan Nambudiri, and his brothers are all Kathakali artists. After his high school education, he joined Sri Swati Tirunal Sangeeta College and obtained Gana Bhushanam and Gana Praveena with high honors. He has been teaching Carnatic music to students all over the world
since then and runs a prestigious music school in Kerala. An ardent proponent of Manodharma Sangeetam, Sri Chandramana Narayanan Nambudiri follows Sri Semmangudi Srinivasa Iyer's sublime style in Carnatic music. Recently, Sri Chandramana Narayanan Nambudiri completed 50 years in the music field and was given an honorary recognition in May 2024 for his accomplishments in music. As one of the most sought-after Carnatic music teachers of the state, Sri Chandramana Narayanan Nambudiri has been guru to maestros like Sri Shankaran Nambudiri, Sri K.S. Vishnudev Nambudiri, playback singers Sri Madhu Balakrishnan and Sri Vivekanand, to name a few. Welcome, sir. Let me invite Ganesh, father of Aryaman, on the stage, please. ശ്രീ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി, ശ്രീ ഗണേഷ് ഗോപാലപണിക്കർ പൊന്നാട അണിയിക്കുന്നു. Today morning, along with Aryaman, we witnessed another mesmerizing performance by Aditya Anil, the violinist. An 18-year-old boy hailing from Chalakudi, Thrissur, Kerala, started learning violin at the young age of 7 under the guidance of Sri Nellai K.V. Sadishan sir, now also undergoing expert training under Sangeeta Kalanidhi Padma Sri Kumari A. Kanyakumari Madam. His achievements are first runner-up in the global music competition conducted by Hunger Rush Hungama Private Limited in Chennai, finalist in the Carnatic Quest competition conducted by HCL Technologies, winner of the state CBSE Sahodaya Kalolsav, passed 6th grade in violin from Annamala University, Tamil Nadu, and he is currently pursuing his BCom degree at Christ College, Irinalakuda. He has shared stages with Dr. G. Baby Sriram, Palakkad KL Sriram, K.S. Vishnudev in Chennai, Abhilash Giriprasad Chennai, Vivek Sadasivam in Chennai, C.S. Sajeev Chandramana, Madurai Shivaganesh, Vechur Shankar, Murikulam Harikrishnan, Murikulam Vivek, Bharat Narayanan, A.K. Raghunathan, Dr. Isharan Bhattadiri, Dr. Vaikam Vijayalakshmi, and so on. I welcome Aditya Anil on stage, please. ഇന്ന് രാവിലെ ആര്യമൻ്റെ കൂടെ ആദിത്യ അനിലിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടല്ലോ, മനോഹരമായിരുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ചാലക്കുടി സ്വദേശിയായ ആദിത്യ 7ാം വയസ്സ് മുതൽ ഗുരു നെല്ലായി KV സതീഷിൻ്റെ കീഴിൽ വയലിൻ അഭ്യസിച്ചു വരുന്നു. ഇപ്പോൾ സംഗീത കലാനിധി പത്മശ്രീ കുമാരി A. കന്യാകുമാരി അവറുകളുടെ വിദഗ്ധ പരിശീലനത്തിൽ തുടർന്നു വരികയാണ് ആദിത്യ. ചെന്നൈയിൽ വെച്ച് നടന്ന ഹങ്കർ റഷ് ഹംഗാമ എന്ന ആഗോള സംഗീത മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് വിജയിയായി. HCL ടെക് സംഘടിപ്പിച്ച കർണാട്ടിക് ക്വസ്റ്റ് മത്സരത്തിൽ ഫൈനലിസ്റ്റ്, സംസ്ഥാന CBSE സഹോദര കലോത്സവത്തിൽ വിജയി, അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വയലിനിൽ 6th ഗ്രേഡ് എന്നിവ ആദിത്യയുടെ നേട്ടങ്ങളിൽ ചിലത് മാത്രം. ശ്രീ G. ബേബി ശ്രീറാം, പാലക്കാട് KL ശ്രീറാം, KS വിഷ്ണുദേവ്, അഭിലാഷ് ഗിരിപ്രസാദ്, വിവേക് സദാശിവം, സജീവ് ചന്ദ്രമന, മധുരൈ ശിവഗണേഷ്, വെച്ചൂർ ശങ്കർ, മൂഴിക്കുളം ഹരികൃഷ്ണൻ, വിവേക് മൂഴിക്കുളം, ഭരത് നാരായണൻ, A.K. രഘുനാഥൻ, ഡോക്ടർ ഈശ്വരൻ ഭട്ടതിരി, ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി എന്നീ പ്രതിഭകൾ ആദിത്യനുമായി വേദി പങ്കിട്ടവരിൽ ചിലർ മാത്രം. ആദിത്യന് പൊന്നാടി അണിയിക്കുന്നതിനായി ഗണേഷ് ഗോപാലപണിക്കരെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അനിൽ. അടുത്തതായി നമ്മൾ ആദരിക്കാൻ പോകുന്നത് ഇന്ന് മൃദംഗം വായിച്ച ഉമേഷ് ഡി വാരപ്പെട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും വളരെ മനോഹരമായിരുന്നു. അതിന് വലിയൊരു നന്ദി. ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച ശ്രീ ഉമേഷ് RLV കോളേജിൽ നിന്നും ഗാനഭൂഷണവും സ്വാതി തിരുനാൾ കോളേജിൽ നിന്നും ഗാനപ്രവീണയും കരസ്ഥമാക്കി. തുടർന്ന് പാറശാല രവിയുടെ ശിഷ്യനായ രാമൻ നമ്പൂതിരിക്ക് കീഴിൽ അദ്ദേഹം പരിശീലനം തുടരുന്നു. ആകാശവാണിയിൽ ഗ്രേഡഡ് ആർട്ടിസ്റ്റായ ഉമേഷ് 2017 കാഞ്ചി കോമക്കോടി വിദ്വാൻ പട്ടത്തിന് അർഹനായി. കാൽനൂറ്റാണ്ടതില് അധികമായി കലാരംഗത്ത് നിറസാന്നിധ്യമായ ശ്രീ ഉമേഷിനെ പരിചയപ്പെടുത്തിക്കൊള്ളുന്നു. Another great performer today's morning, Umesh D. Varapatti, the Mridangam artist. He is born into a musical family. He earned his Gana Bhushana from RLV College and his Gana Praveena from Swati Tirunal College, Thiruvananthapuram.
While pursuing his Ganabhushna, he furthered his studies under Sri Raman Nambudiri, a disciple of Sri Parashala Devi sir. Umesh is an All India Radio graded artist and was awarded the Kanji Kamakodi Vidwan Pattam in 2017. He has been dedicated to this field for over 25 years. Welcome, sir. Another mesmerizing artist, Sri Jayaraj Kodamangalam on Khadam. Sri Varapatti Damodaran Nambudiri was the first guru, then obtained the Ganabhushnam diploma in Mridangam from RLV College, Tripunithura, and he is working as a percussionist for last 30 years. Welcome, sir. ജയരാജ് കോതമംഗലം ഘടം വായിച്ചിരുന്നു ഇന്ന് രാവിലെ. ശ്രീ വാരപ്പട്ടി ദാമോദരൻ്റെ കീഴിലെ പരിശീലനത്തിന് ശേഷം RLV കോളേജിൽ നിന്നും മൃദംഗത്തിൽ ഗാനഭൂഷണം ഡിപ്ലോമ കരസ്ഥമാക്കി. 30 വർഷത്തിലധികമായി വാദ്യകലാകാരനായി പ്രവർത്തിച്ചു വരുന്നു. സ്വാഗതം ശ്രീ ജയരാജ് ഗോതമംഗലം. അദ്ദേഹത്തിനെ പൊന്നാടി അണിയിക്കുന്നതിനായി ഗണേഷ് ഗോപാലപണിക്കരെ സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായി ആര്യമൻ്റെ സംഗീത ജീവിതത്തിൽ ഉടനീളം ഒരു ഗുരുവായും ഒരു ഗൈഡായും എല്ലാം കൂടെ നിന്ന അദ്രിജിത്തിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം അദ്രിജിത്ത്. അദ്രിജിത്തിനെ പൊന്നാടി അണിയിക്കുന്നതിനായി ഗണേഷ് ഗോപാലപണിക്കരെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അദ്രിജിത്ത്. അദ്രിജിത്തിന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലേ, ഒരു ഗുരുവിന്റെ പവർ. Now, let me formally introduce you the graduating student, Aryaman G. Elayadam, 17-year-old boy who started his classical training in Carnatic music at the age of 3 in the United States with basic lessons from his mother, and then at age 6 he began classes under Sri Murali H. Bhatt. He then continued his Carnatic journey with Sri Chandramana Narayanan Nambudiri at the age of 10, which culminated in his Arangetram today. Currently he is a senior at Basis Scottsdale, Arizona, US. Besides Carnatic music, Aryaman is also learning Kuchipudi from Srimati Varsha Damodar and violin from Sri Jayadas Ramakrishnan. Some of his achievements: Aryaman has been performing light music and cinematic songs from the age of 4 at various venues in the US and India. He creates production videos for his YouTube channel, which is named and maintained as Anubama Ganesh since he is a minor. In 2020, during COVID, he started giving Carnatic performances in Zoom and social media after being invited to join as one of the lead artists of Youth Artist Development Association, YEDA, a prestigious talent hunt organization of Phoenix, Arizona, that encourages budding artists to perform on stage, after which he was selected to work in the leadership board as one of the pioneers since its inception. This ignited his passion for Carnatic music to a whole new level. His first competition was with Kerala Hindus of North America at New Jersey, where he was one of the prize winners in the Carnatic music category. He went on to become one of the winners of Seva International USA Youth Talent Contest 2021, which is a Carnatic music competition conducted by Seva International USA. Also, in the same year, he was one of the prize winners of Carnatic and light music competitions of North American Kerala Kalolsavam 2021. He was awarded the title of Senior Kalapratibha in the North American Kerala Kalolsavam 2022, where the judges were famous artists of Kerala, and was featured in American Lifestyle of Flowers TV, USA. In the same year, he won the first prize for light music and classical music for the sub-senior category in the Federation of Malayali Associations of America, FOMA, Kalolsavam 2022 at Cancun, Mexico. In 2023, he was awarded the title of Senior Kalapratibha of Kerala Hindus of North America, Kalolsavam at Houston, Texas.
Recently, he released his own cover of Elangatru Vishude on Ilayaraja's birthday via Facebook and Instagram, following which he was featured on Mia Media USA, one of the leading news media groups located in the US. ഇനി നമുക്ക് ഇന്നത്തെ കച്ചേരി അരങ്ങേറ്റം കുറിച്ച് നമ്മുടെ ആര്യമൻ ജി ഇളയിടത്തെ പരിചയപ്പെടാം. 17 വയസ്സുള്ള ആര്യമൻ തൻ്റെ 3-ാം വയസ്സ് മുതൽ സംഗീതം അഭ്യസിക്കുന്നു. ബാലപാഠങ്ങൾ തൻ്റെ അമ്മ അനുപമയിൽ നിന്നും പിന്നീട് 6-ാം വയസ്സിൽ മുരളി എച്ച് ഭട്ട് എന്ന ഗുരുവിൻ്റെ കീഴിലും പഠനം നടത്തി. 10-ാം വയസ്സ് മുതൽ ഗുരു ചന്ദ്രമന നാരായണൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തിൽ തുടർന്നു വരുന്നു. ആ സംഗീത സബരിയാണ് ഇന്ന് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ അരങ്ങേറ്റത്തിൽ എത്തി നിന്നത്. ഇപ്പോൾ അമേരിക്കയിലെ ആരിസോണയിൽ 12th ഗ്രേഡ് വിദ്യാർത്ഥിയായിരിക്കുന്ന ആര്യമൻ ശ്രീമതി വർഷ ദാമോദരനിൽ നിന്നും കുച്ചിപ്പുടിയും ശ്രീ ജയദാസ് രാമകൃഷ്ണൻ്റെ ശിക്ഷണത്തിൽ വയലിനും പരിശീലിച്ചു വരുന്നു. തൻ്റെ 4-ാം വയസ്സ് മുതൽ ആര്യമൻ ഇന്ത്യയിലും അമേരിക്കയിലുമുള്ള വിവിധ വേദികളിൽ ലളിതഗാനവും സിനിമാറ്റിക് സംഗീതവും അവതരിപ്പിച്ചു പോരുന്നുണ്ട്. അമ്മയായ അനുപമ ഗണേഷ് നടത്തിവരുന്ന യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ പ്രൊഡക്ഷൻ ജോലികളിലും ആര്യമൻ പങ്കെടുക്കുന്നു. കോവിഡ് കാലത്ത് ആര്യമൻ ഓൺലൈനായും സോഷ്യൽ മീഡിയയിലും കർണാടക സംഗീതം അവതരിപ്പിച്ചു. യങ് ആർട്ടിസ്റ്റ് ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ എന്ന അമേരിക്ക ഫിനിക്സിൽ പ്രവർത്തിക്കുന്ന പ്രസിദ്ധമായ ടാലന്റ് ഹണ്ട് സംഘടനയിൽ ക്ഷണിക്കപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ സംഘടനയുടെ ആരംഭകാല പ്രവർത്തകനായി ഇന്ന് അതിൻ്റെ ലീഡർഷിപ്പ് ബോർഡിൽ കർമ്മനിരതനാണ് ആര്യമൻ. ഈ സംഘടനാ പ്രവർത്തനമാണ് ആര്യമനെ കർണാടക സംഗീതത്തോടുള്ള അഭിനിവേശം മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചത്. KHNA ന്യൂജേഴ്സിയിൽ സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയിയാണ് ആര്യമനിൻ്റെ സംഗീത മത്സരത്തിലെ ആദ്യ വിജയം. SCWA ഇന്റർനാഷണൽ USA യൂത്ത് ടാലന്റ് കോൺടെസ്റ്റ് എന്ന കർണാടക സംഗീത മത്സരത്തിൽ 2021 വർഷത്തിലെ വിജയിയായിരുന്നു ആര്യമൻ. അതേ വർഷത്തിൽ തന്നെ നോർത്ത് അമേരിക്ക കേരള കലോത്സവത്തിലും സമ്മാനത്തിന് അർഹനായി. കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭ ജഡ്ജസ് പാനൽ അണിനിരുന്ന 2022 നോർത്ത് അമേരിക്കൻ കേരള കലോത്സവത്തിലെ സീനിയർ കലാപ്രതിഭാ പട്ടം കരസ്ഥമാക്കിയിരുന്നു ആര്യമൻ. ഇതേ പരിപാടി ഫ്ലവേഴ്സ് TV USAയുടെ അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. ഇതേ വർഷം തന്നെ മെക്സിക്കോയിൽ നടന്ന ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ കലോത്സവത്തിൽ ലളിതഗാനത്തിലും കർണാടക സംഗീതത്തിലും 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 2023 ഹ്യൂസ്റ്റണിൽ നടന്ന KHNA കലോത്സവത്തിൽ സീനിയർ കലാപ്രതിഭാ പട്ടം കരസ്ഥമാക്കി. ഈ അടുത്ത കാലത്ത് ഇളയരാജയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് സമർപ്പിതമായി ഇളങ്കാറ്റ് വീശുതേ എന്ന കവർ ആൽബം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റിലീസ് ചെയ്യുകയുണ്ടായി. USA പ്രധാന മീഡിയ ഹൗസായ MIA മീഡിയ USAയിൽ ഇത് പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. കൂടാതെ എൻ്റെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അമേരിക്കയിൽ ജനിച്ചു വളർന്ന് ഇത്ര നന്നായിട്ട് മലയാളം പറയാനും പാട്ട്, ഡാൻസ്, വയലിൻ എന്നിവയിൽ ആര്യമൻ കാണിച്ച ആ ഒരു താല്പര്യത്തിനും ഒരു പ്രത്യേക ഗൈഡ് തന്നെ കൊടുക്കണം. ആര്യമനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊന്നാട അണിയിക്കുന്നതിനായി ഗുരുനാഥനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റുഡൻറ് ഗ്രാജുവേഷനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി ആര്യമന് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. നന്ദി. ഇനി ആര്യമനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ ചന്ദ്രമന നാരായണൻ നമ്പൂതിരിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്കങ്ങനെ പ്രസംഗിച്ച ശീലമൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യമേ പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ 2018 ആര്യമൻ എൻ്റെ അടുത്ത് വന്ന് സംഗീതം പഠിക്കാൻ തുടങ്ങിയത്. 6 വർഷമായി. ആര്യമനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കഴിവുള്ളൊരു കുട്ടി. അതുമാത്രമല്ല, ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി നല്ല നിലയിൽ വളരണമെങ്കിൽ രക്ഷിതാക്കളുടെ പ്രോത്സാഹനം വേണം, കുട്ടിക്ക് താല്പര്യം വേണം, പഠിപ്പിക്കുന്ന ഗുരുവിന് ആത്മാർത്ഥതയും വേണം. ഇത് 3ഉം യോജിച്ചാലാണ് നല്ലൊരു സംഗീതജ്ഞനാകാൻ അല്ലെങ്കിൽ സംഗീതജ്ഞയാവാൻ ആർക്കും സാധിക്കുകയുള്ളൂ. അത്
ഇവിടെ ഒത്തു വന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അത്ര പ്രോത്സാഹനമാണ് രക്ഷിതാക്കൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അനുമയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അത്ര പ്രോത്സാഹനമാണ് അമ്മ കൊടുക്കുന്നത്. ആര്യാമ്മന് അതുപോലെ തന്നെ വളരെ താല്പര്യത്തോടുകൂടി എൻ്റെ എല്ലാ ചീത്തകളും കേട്ട് ഇത്രയും പൊക്കം വെച്ച് തന്നെ ഈ എൻ്റെ ചീത്ത കേട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വളരും അല്ലെങ്കിൽ നല്ല രീതിയിലാവും എന്നുള്ളൊരു ധാരണ വെച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ചീത്ത പറയുന്നൊന്നും ഒന്നും തോന്നരുത്, ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ പറയാറുണ്ട്. ഒന്നും തോന്നരുത് കേട്ടോ. ഏതായാലും ഇനിയും അതായത് അരങ്ങേറ്റത്തിൻ്റെ കച്ചേരി, ഇത് അരങ്ങേറ്റ കച്ചേരിയാണെന്ന് പറയില്ല. അത്ര തരത്തിൽ അത്ര ഗംഭീരമായിട്ട് ആര്യവൻ പാടി. ആ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസത്തിനെക്കാട്ടിലൊക്കെ വളരെ വളരെ മെച്ചപ്പെട്ട് ആര്യവൻ സ്റ്റേജിലെ പരിപാടി അവതരിപ്പിച്ചു. ഇനി ധൈര്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരാം എന്ന് ഞാൻ പറയുകയാണ്. വരാൻ പറ്റും എന്ന് ഞാൻ പറയുകയാണ്. വരണം. ആര്യാമന് എല്ലാവിധ ആശംസകളും ഈ സമയത്ത് ഞാൻ നേരുന്നു. എല്ലാവർക്കും രക്ഷിതാക്കളും ഇതുപോലെ തന്നെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് ഒന്നുകൂടി അവരോടും കൂടെ പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി. ഗുരുവിൻ്റെ വായിൽ നിന്നും ഇത്രയും നല്ല വാക്കുകൾ കേട്ടത് ആര്യമന് ഇനിയുള്ള സംഗീത ജീവിതത്തിൽ നല്ലൊരു പ്രചോദനമായിരിക്കും അല്ലേ? ഇനി ആര്യമൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ 2 വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് പ്രൊഫസർ നാരായണൻ നെറ്റിലേത്തിനെ സ്വാഗതം ചെയ്യുന്നു. Professor Narayanan Nethilath is a professor at the School of Sustainable Engineering and the Built Environment. He is a senior global future scientist. He is the Fulton Professor of Structural Materials in the Ira Fulton Schools of Engineering at Arizona State University. He obtained his PhD from Purdue University in 2004. He has extensively worked and published on sustainable cementitious systems such as binary and ternary limestone blends, alkali activated concretes, phase change material embedded systems, and carbonated binders. His recent research areas include additive manufacturing of concrete, sustainable binder synthesis, and carbon efficient and novel manufacturing methods for cement. He has published more than 200 papers in referred journals and delivered invited and keynote lectures at several conferences and workshops. He is a fellow of the American Concrete Institute and a winner of ASCE's Walter L. Huber Civil Engineering Research Prize. Welcome, sir. എല്ലാവർക്കും നമസ്കാരം. എന്തിനാണ് എന്നെപ്പറ്റി ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആര്യമൻ നന്നായിട്ട് പാടി, അത് നമുക്ക് അത് ശ്രദ്ധിക്കാം. കാരണം നാദത്തിൻ്റെ നാഥനായ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് സംഗീത സഭയെ തുടങ്ങാൻ പറ്റി എന്നുള്ളതും അത്രയും വളരെ നന്നായിട്ട് ആര്യമൻ ചെയ്തു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള പ്രകടനങ്ങളും ഒക്കെ ചെയ്യാൻ ആര്യമന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. പിന്നെ ഗുരു പറഞ്ഞ പോലെ അമ്മയുടെ പ്രേരണ എന്ന് പറഞ്ഞു. ആര്യമനെയും ആര്യമൻ്റെ കുടുംബത്തെയും വളരെ അടുത്ത് നിന്ന് കുറേ കാലമായിട്ട് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് അമ്മ മാത്രമല്ല അച്ഛനും ഉണ്ട്. പുറകിൽ നിന്നൊരു ശക്തിയായിട്ട് അച്ഛനുണ്ട്. ഇല്ലെങ്കിൽ ഗണേശൻ എന്താ എന്നെപ്പറ്റി പറഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പോൾ പുറകിൽ നിന്ന് നടക്കുന്ന ഒരു ശക്തിയായിട്ട് അച്ഛനും ഉണ്ട്. പ്രേരക ശക്തി, ചാലക ശക്തി എന്നൊക്കെ പറയില്ല. ഇവർ രണ്ടുപേരും ഒരു ബഹുമുഖ പ്രതിഭയായിട്ട് ആര്യമനെ വളർത്തിയെടുക്കുന്നതിൽ ഇവർ രണ്ടുപേരുടെയും പ്രയത്നവും ഇവർ രണ്ടുപേരും ചെയ്യുന്നതും വളരെ അഭിനന്ദനീയവും വളരെ ശ്ലാഘനീയവുമായ കാര്യമാണെന്ന് അറിയുന്നതിൽ ഒരു തർക്കമില്ല. രക്ഷിതാക്കൾ എന്ന് പറഞ്ഞു. ഓക്കെ, രക്ഷിതാക്കൾ എന്ന് പറഞ്ഞു. അമ്മയെ പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കാര്യം കൂടെ പറഞ്ഞു. അപ്പം ഈ വളരെ കാലമായിട്ട് ഞങ്ങൾ മിക്കവാറും എല്ലാ ആഴ്ചയും ആര്യമനെ കാണും. ആര്യമൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ അടുത്തു നിന്ന് കാണാൻ സാധിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇനിയും വളരെയധികം ടാലൻറ്റും പൊട്ടൻഷ്യലും ഒക്കെ ഉള്ളൊരു കുട്ടി വളരെ ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത കൊല്ലം ചിന്മയ മിഷനിൽ ബാൽവിഹാറിൽ ആര്യമൻ എൻ്റെ ക്ലാസ്സിലേക്കാണ് വരാൻ പോകുന്നത്, 12ാം ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഞാൻ സാധാരണയായിട്ട് കുട്ടികളോട് പറയുന്ന 1-2 കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞിട്ട് നിർത്താം. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം, ഇപ്പോൾ ഭഗവത്ഗീതയിൽ അധികരിച്ചിട്ടാണ് നമ്മൾ അധികവും അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും. അപ്പോൾ ഇവർ തന്നെ ഓൾറെഡി
കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒക്കെ പഠിച്ച ഒരു ഫ്രെയിം വർക്ക് അവർക്ക് അറിയാം. എന്തിനാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവർക്കറിയാം അത്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ ഇങ്ങനെ ഒരു കല എന്നുള്ള സാധനം അതൊരു ഉപാസനയായിട്ട് എടുത്ത് അത് കൊണ്ടുപോകുമ്പം യൂട്യൂബ് ഹിറ്റുകൾക്കും ഇൻസ്റ്റാഗ്രാം ഹിറ്റുകൾക്കും പുറകെ പോകാതെ അവനവൻ്റെ ആത്മസംതൃപ്തിയും ആത്മസന്തോഷവും കലയിൽ കൂടെ ലഭിക്കുന്ന അതിനെ മുൻനിർത്തുക. കിട്ടുന്നതെന്തും നാരായണീയം മുഴുവൻ എഴുതിയിട്ട് മേൽപ്പത്തൂർ പറഞ്ഞ പോലെ സ്തോത്രം ചെയ്തത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്, ഭഗവത് പ്രസാദത്തിനായിക്കൊണ്ട് മാത്രം ഇതൊക്കെ ചെയ്യുക. കിട്ടുന്നതെല്ലാം ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കുക. അവസാനം ഗീതയിൽ ശ്രീകൃഷ്ണൻ എന്നും എപ്പോഴും പല പ്രാവശ്യം പറയുന്ന പോലെ ആത്മൈവ ആത്മനോ തുഷ്ടി, അവനവൻ്റെ സന്തോഷം അവനവനുള്ളിൽ നിന്ന്, പുറമേ നിന്നല്ല. ഈ ചെയ്യുന്ന കലകളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഉള്ളിൽ നിന്ന് സന്തോഷം ഉണ്ടാക്കുക. ഒരു വളരെ മനോഹരമായൊരു ശ്ലോകത്തിൽ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയും, നാനാഘടോദര മഹാദീപ പ്രതിഭാഭാസ്വരം എന്ന്. ഒരു പലതരം ദ്വാരങ്ങളിട്ട ഒരു കുടത്തിൽ ഉള്ളിൽ വിളക്ക് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ കഴിവുകൾ എല്ലാവർക്കും എത്താൻ വേണ്ടി, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഗുരുവായൂരപ്പൻ ആര്യമനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി. വളരെ നല്ല എൻലൈറ്റിംഗ് ഒരു സ്പീച്ചായിരുന്നു. അടുത്തതായി അദ്വൈത് നെറ്റിലേത്തിനെ ആര്യമനെ കുറിച്ച് 2 വാക്ക് പറയുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ അദ്വൈതാണ്, ആര്യമൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഫോർ മോർ ദാൻ 10 years. ചിന്മയ മിഷനിൽ നമ്മൾ ആദ്യമായി പരിചയപ്പെട്ടാണ്. അന്ന് തൊട്ടിട്ട് എനിക്ക് മനസ്സിലായി നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ ആര്യമൻ വളരെ ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ടാലൻറ്റഡ് ആൻഡ് എന്തൂസിയാസ്റ്റിക്. അത് നമുക്കൊക്കെ ഇവിടെ അതിൻ്റെ റിസൾട്ട് കാണാം ഈ അരങ്ങേറ്റത്തിൽ. എല്ലാം കാര്യത്തിലും നല്ല എന്തൂസിയാസ്റ്റിക്കായിട്ട് ആര്യമൻ പണ്ടേ ചെയ്യാം, പ്രത്യേകിച്ച് പാട്ട് പഠിക്കാൻ. അരിസോണയിൽ എല്ലാവരും എന്ത് ഇവൻറ്റിന് പോയാലും എല്ലാവരും ആര്യമൻ്റെ പാട്ട് കാത്തിരിക്കും. ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും ബോളിവുഡ് മ്യൂസിക് ആണെങ്കിലും. അവൻ്റെ ഡെഡിക്കേഷൻ കാരണം, അല്ലെങ്കിൽ ഗണേശങ്ങളുടെയും അനുപമാരുടെയും എഫേർട്സ് കാരണമാണ് ഇന്ന് ഇത്രയും വലിയൊരു അക്കംപ്ലിഷ്മെൻറ്റ് സാധിച്ചത് ഈ അരങ്ങേറ്റത്തിൽ. ആര്യമൻ, this Arangetam is a massive reward for all the effort you put in. From Arizona, me and all of our Mallu friends are extremely proud of you. Congratulations and keep it up. Thank you, Advait. Now I invite Ammu to say a few words about Aryaman. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല, പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ. അത് ആക്ച്വലി എൻ്റെ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. അവൻ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, ഭയങ്കര ഹമ്പിളാണ് ആള്. അവൻ ഉള്ളിൽ നിന്നാണ് പാടിയത്. അത് എല്ലാം നമുക്കിന്ന് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ഫ്രം എവരി വൺ വി ആർ ജസ്റ്റ് വെരി പ്രൗഡ് ഓഫ് യു, ഓഫ് യുവർ വർക്ക് ആൻഡ് യുവർ എഫേർട്സ്. ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് വി ആർ റിയലി പ്രൗഡ് ഓഫ് യു. Thank you, Rajeshwari. Now I invite Kadambari to the stage to say a few words. ഹായ്. അപ്പം ഞാൻ ആര്യമൻ്റെ അമ്മായിയുടെ മോളാണ്, കാവു, ഫോർ ദോസ് ഹു ഡോണ്ട് നോ മീ. അപ്പം പറയാനായിട്ട് ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് അവൻ അമേരിക്കയിലാണെന്ന് തോന്നില്ല. കാരണം എല്ലാ 6 മാസം കൂടുമ്പോൾ 1-2 മാസത്തേക്കായിട്ട് നാട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഡെയിലി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉയ്യോ എനിക്ക് പാട്ട് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി പോണ കാണാം റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം പാട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാവും സാറ് നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന്, അവൻ്റെ മുഖത്ത് അത് കാണാനുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 1 മണിക്കൂറത്തേക്ക് കഠിന പ്രാക്ടീസ് ആയിരിക്കും. എന്നുവെച്ചാൽ ഞാൻ ചീത്ത കേട്ടതിൻ്റെ ആ ഒരു ആവേശത്തിൽ. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെങ്കിലും ഇന്ന് കണ്ടു. നല്ല അടിപൊളിയായിട്ട് പാടി. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ജനിച്ച് വളർന്നിട്ട് ഇത്രയും നന്നായിട്ട് രാ പറയുന്ന കുട്ടി ഞാൻ ഇവനെയാണ് കണ്ടിട്ടുള്ളത്. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഴാ മാത്രമേ വരുള്ളൂ. ഇവൻ ഞങ്ങൾക്ക് വരെ ചില സമയത്ത് വരുന്നില്ല, ഇവിടെയുള്ള പല കുട്ടികൾക്കും വരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ ഇത്ര നന്നായിട്ട് പാടിയതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രൗഡാണ്. സോ ഹാപ്പി ഫോർ ഹിം ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. താങ്ക് യു ഓൾ. താങ്ക് യു, കാദംബരി. ഇനി നമുക്ക് ആര്യമൻ്റെ എല്ലാ വിജയത്തിൻ്റെയും പുറകിൽ പ്രവർത്തിച്ച ആര്യമൻ്റെ അമ്മ അനുപമ ഗണേഷിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. നമസ്കാരം.
My speech will be in English because I'm not very comfortable with Malayalam, although I do speak Malayalam. And I'm going to start with my speech. Nada Sudha Rasa. We just witnessed and absorbed the nectar essence of musical notes blending into a symphony of Shruti, Layam, and Talam. I'm turning the clock back to 16 years ago. But sorry. It's okay. I'm turning the clock back to 16 years ago when my father, late Shri V. Srinathan Nair, told me, "Monda arangettam nadathande mole." I never thought that possibility would actually become a reality. Although he's not with us physically, he had already set the wheels in motion. The year he died, fate intervened where Aryaman was fortunate to be absorbed under the generous wings of Sri Chandramana Narayanan Nambudiri Sir. The rest, as we all know, is history. My mother, Srimati Sarla Srinathan, who is also not with us anymore, looked forward to this event. Ever since Narayanan Sir decided Aryaman was ready to start preparing for his Arangetram Kacheri. Again, Amma, I know you're here with us now. The biggest hurdle we had to cross was making a decision about the venue, where we had to decide between US and India. And again, Guruvayurappan intervened when last year we came for an event to the same hotel. We went to pray at Guruvayur Temple, and at the Kodimaram, the decision was made when Aryaman said, "Amma, I would like to give my kacheri in Guruvayur." After that, things just fell into place smoothly, and we had a lot of help from many divine hands, you. And we had a lot of help from all of relatives and friends. And all that synchronized together into an orchestral crescendo of the Arangetram Kacheri at Melpattur Auditorium. Thank you very much to everyone here and not here who made this happen. We appreciate and respect the fact that everyone here took time out of their busy schedule to join us in making Aryaman's dream a memorable one. I know our friends and families in US were disappointed. They sent wishes and blessings and were waiting for a live stream, which unfortunately did not happen due to circumstances out of our control. But we'll be uploading the recording soon. We would like to thank them for their understanding. Your presence is felt here, though, all your wishes showered on Aryaman. Before concluding, Aryaman Jialedam, a huge congratulations for a successful Arangetram Kacheri. You have made your family and friends proud. I know sometimes we have had our moments as mother and son. Finally, thank you, Ganesh Gopalapanikar, my husband, for putting up with our tantrums. I would like to thank each and every one of you and my relatives, family, friends for making this happen and making this event a memorable one for Aryaman. And a big thank you to Chandramana sir. താങ്ക് യു ചേച്ചി. എല്ലാ സ്റ്റുഡൻസിനും ഇതുപോലത്തെ ഒരു അമ്മയും അച്ഛനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തതായി ഡോക്ടർ ബാലുശ്ശേരി കൃഷ്ണദാസിനെ ആദരിക്കലാണ്. 4 പതിറ്റാണ്ടായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ബാലുശ്ശേരി കൃഷ്ണദാസ് ICCR എംബഡഡ് എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ചെണ്ട, തിമില, ഇടയ്ക്ക തുടങ്ങിയ വാദ്യോപകരണങ്ങൾ അദ്ദേഹം വിദഗ്ധമായി കൈകാര്യം ചെയ്യും. സീനിയർ സ്കോളർഷിപ്പ്, ജൂനിയർ ഫെലോഷിപ്പ് എന്നിവ കൾച്ചറൽ മിനിസ്ട്രി ഓഫ് ന്യൂഡൽഹിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കാഞ്ചീപുരം ശങ്കരാചാര്യർ സ്വാമികളുടെ കാഞ്ചികോടി പീഠം ആസ്ഥാന വിദ്വാനാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊന്നാടി അണിയിക്കുന്നതിനായി ഗണേഷ് ഗോപാല പണിക്കരെ സ്വാഗതം ചെയ്യുന്നു.
ശ്രീ ബാലുശ്ശേരി കൃഷ്ണദാസും ആര്യമനും കൂടി ഒരു പെർഫോമൻസ് ആണ് നമുക്കെല്ലാം വേണ്ടി നടത്താൻ പോകുന്നത്. എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. ഞാൻ ഇന്ന് അരങ്ങേറ്റത്തിന് പാടിയൊരു പാട്ടാണ് അങ്കിളുടെ കൂടെ പാടാൻ പോണത്, ജലജ ബന്ധുവു. അപ്പോൾ അങ്കിളും ഞാനും അറിയണത്, അങ്കിള് ഈ 2023 അവിടെ വന്നിട്ടുണ്ടായിരുന്നു KHNAയുടെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കൺവെൻഷന് നമ്മൾക്ക് ഭക്തി മഞ്ജരി ഭജന ഗ്രൂപ്പിനെ കൊട്ടാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ പരിചയം തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ സംസാരിച്ച് നമ്മൾ മ്യൂസിക്കൽ ഇൻട്രസ്റ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം പറഞ്ഞ് നമ്മൾ ഭയങ്കര ബൈ അപ്പോൾ അങ്കിളുടെ കൂടെ എന്തായാലും ഒരു പെർഫോമൻസ് ചെയ്യണം, അങ്കിളിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജലജ ബന്ധുഭൂമി ജലധിയിൽ അണയുന്നു, ജലജ ബന്ധുഭൂമി ജലധിയിൽ അണയുന്നു, ജലജ ബന്ധുഭൂമി ജലധിയിൽ അണയുന്നു, ജലജ ബന്ധുഭൂമി ജലധിയിൽ അണയുന്നു, മലയമാരുതനേതു മമ മനമതിതരാംവത വിവശമായി സഖീയലർശര പരിതാപം, മലയമാരുതനേതു മമ മനമതിതരാംവത വിവശമായി സഖീയലർശര പരിതാപം, തിന്നലി വേണി പണി വാലേ അലർശര പരിതാപം, തിന്നലി വേണി പണി വാലേ വളരുന്നു ഹൃദിമോഹം എന്നോമലേ, വളരുന്നു ഹൃദിമോഹം എന്നോമലേ, തളരുന്നു മമ ദേഹം കള മോഴി, തളരുന്നു മമ ദേഹം കള മോഴി, കുസുമ വാടികയത്തിൽ ഉളവായോ, കുസുമ വാടികയത്തിൽ ഉളവായോ, രളികുലാരവമതിഹ കേൾപ്പതുമധികമാതി നിദാനമായി സഖീയലർശര പരിതാപം, തിന്നലി വേണി പണി വാലേ
നന്ദി. താങ്ക് യു. വളരെ നന്ദി ഡോക്ടർ ബാലുശ്ശേരി കൃഷ്ണദാസ്. ഇടയ്ക്കയിലും ഈ സ്വാതിരുന്നാൾ കൃതി കേട്ടപ്പോൾ നമ്മളെല്ലാവരും ഒരു വ്യത്യസ്തമായ ലോകത്തെത്തിച്ചേർന്നു അല്ലേ? അടുത്തതായി ആര്യമൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞാൻ മലയാളത്തിലാണ് പറയാൻ പോണേ, അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അത്ര നല്ലല്ല. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങാൻ പോകുന്നത് ഞാൻ പാട്ടിനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പോവാണ്. എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. എനിക്ക് പാട്ടിലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതൊരു നമ്മൾ മനുഷ്യന്മാർക്കൊരു ഇതാണ്. നമ്മൾക്ക് പാട്ടിലൂടെ നമ്മൾക്ക് നന്നായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. ഇതൊരു നമ്മൾക്ക് വാക്ക് വെച്ച് പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. ഒരു സൂപ്പർ ഒരു പറയാൻ പറ്റുന്നത് നല്ലൊരു ഇതാണ്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ഇത് അമ്മ പറഞ്ഞു കേട്ടതാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 1 വയസ്സ് 2 വയസ്സൊക്കെ ആയപ്പോൾ പതുക്കെ പാടാൻ തുടങ്ങിയെന്ന് അമ്മ പറഞ്ഞ്. ഒരു ദിവസം രാത്രി നമ്മൾ അറ്റ്ലാന്റയിലായിരുന്നപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് പാടണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തോ സരിഗമ 15. അപ്പോൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് പാട്ടിന് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞു, ഒരു ദിവസം നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ ശങ്കരൻ നമ്പൂതിരി സാറിൻ്റെ കോൺസെർട്ടിന് പോയി. അപ്പോൾ അമ്മ വിചാരിച്ച് ഞാൻ ഫുള്ള് കരണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോയി ഇതിൻ്റെ പുറത്ത് പോയപ്പോൾ ഞാനപ്പോൾ കരച്ചിൽ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അവന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കോൺസെർട്ട് ഇതായപ്പോഴാണ് എൻ്റെ പുറത്തേക്ക് എടുത്തപ്പോഴാണ് ഞാൻ കരയാൻ തുടങ്ങിയത്. അപ്പോൾ അമ്മ ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് പാട്ടിനോടൊരു ഇതുണ്ടെന്ന്. പിന്നെ 3 വയസ്സായപ്പോൾ അമ്മ പതുക്കെ ഈ സപ്തസ്വരങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് എക്സ്പീരിയൻസ് എനിക്ക് വന്നു. പിന്നെ 6 വയസ്സായപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ മ്യൂസിക് ടീച്ചറുടെ അടുക്ക് പോയി, ശ്രീ മുരളി H. ഭട്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ എൻ്റെ കുറച്ചും കൂടെ സപ്തസ്വരങ്ങളും പിന്നെ സരളി വർഷ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു. കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു 10 വയസ്സൊക്കെ ആയപ്പോഴാണ് സാറിൻ്റെ ഇടയ്ക്ക് ചന്ദ്രമേന നാരായണൻ നമ്പൂതിരി സാറിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയത്. അത് എൻ്റെ അമ്മാവൻ വിവേകാനന്ദ് കൊണ്ടാണ് അത് സാധിച്ചത്. അപ്പോൾ എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുക്ക് പോയി പാടി. ആ സമരം ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അമ്മ പറയണ്ടായിരുന്നു സാറ് നല്ല അറിയപ്പെട്ടൊരു ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോമൻസ് കൊടുക്കണമെന്ന്, സാറിന് ഇഷ്ടമാവണം. അപ്പോൾ ഫുൾ പ്രാക്ടീസായി സാറിൻ്റെ അവിടെ പോയപ്പോൾ ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സാറിനെ കണ്ടപ്പോൾ ഒരു സമാധാനം. സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്ര നല്ല സാറ് ഒരിക്കലും കിട്ടില്ല. സത്യമായിട്ടും നല്ല സാറ്, സത്യമായിട്ട് കേട്ടോ. പാടി. പിന്നെ സാറിന് ആദ്യത്തെ പാട്ട് എന്തോ ശരിയായില്ല. അപ്പോൾ സാറിനെ കൊണ്ട് വേറെ കുറച്ചും കൂടെ എളുപ്പമുള്ള പാട്ട് പാടിപ്പിച്ചു. ഞാൻ പാടിയിട്ട് സാറിനെ ഇഷ്ടപ്പെട്ട് സാറ് പിന്നെ എന്നെ ശിഷ്യനായിട്ട് എടുത്തു. ഇപ്പോൾ എത്ര വർഷം ഞാൻ ഓൺലൈൻ പഠിക്കുന്നുണ്ടായിരുന്നു സാറിൻ്റെ ഇടയ്ക്ക്. എല്ലാ വർഷം വരുമ്പോൾ നമ്മൾ കാണാൻ പോകും. സാറിൻ്റെ വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആറ്റ്മോസ്ഫിയറാണ് അവിടെ. സാറും സാറിൻ്റെ ഭാര്യയും അവിടെ ഫുള്ള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ വന്ന് അവിടെ കയറുമ്പോൾ നമ്മളെ ഇരുത്തിപ്പിക്കും, ചായ കുടിപ്പിക്കും, സ്നാക്സ് ഒക്കെ തരും. സ്നാക്സ് കഴിക്കാണ്ട് വീട്ടില്ല കേട്ടോ, സത്യമായിട്ടും. അത് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്ക് അങ്ങനെയൊക്കെ കുറേ പലഹാരങ്ങളാണ്. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സാറാണ്. എനിക്ക് സാറിൻ്റെ ശിഷ്യനാവാൻ പറ്റിയത് ഭയങ്കര നന്ദിയുണ്ട്. അത് വാക്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. സത്യമായിട്ടും എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് ഇത്ര ഒരു നല്ല സാറിനെ കിട്ടിയത്. പിന്നെ എനിക്ക് എൻ്റെ അമ്മേനോടും അച്ഛനോടും നന്ദി പറയാനുണ്ട്. കാരണം അവരാണ് ആദ്യം തുടങ്ങി എന്നെ സപ്പോർട്ട് ചെയ്തത്. അമ്മ പാട്ടിലും, അച്ഛൻ പിന്നെ നമ്മളെ ഒരു ബാക്ക് സപ്പോർട്ടാണ്. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവിടെ അച്ഛൻ സഹായിക്കാനായിട്ടുണ്ടാവും. എന്തെങ്കിലും അമ്മയും ഞാനും തമ്മിൽ തല്ലുമ്പോൾ അച്ഛനെല്ലാം റിസോൾവ് ചെയ്യാനായിട്ട് വരും, എല്ലാം ശരിയാക്കും. പിന്നെ അമ്മയും അച്ഛനും സാറും എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് ഇവരോടും. കാരണം ഇത്ര എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇന്ന് പാടാൻ പറ്റിയത് ഇവിടെ കുറേ എഫേർട്സ് എല്ലാം കൊണ്ടാണ്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഫാമിലിനോടാണ്. എൻ്റെ അമ്മായിമാരോടും ചുറ്റമാരോടും ഇരിക്കുന്ന കസിൻസും എല്ലാവരോടും
ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട്. കാരണം നമ്മൾ ഈ പ്രോഗ്രാം നിങ്ങൾ ഇല്ലാണ്ട് ഇത് പറ്റില്ലായിരുന്നു. പണ്ട് തുടങ്ങി എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ പാട്ട് കേൾപ്പിച്ചതിൻ്റെ ഞാൻ ചേച്ചിമാർ കണ്ട് അവരുടെ പാട്ടൊക്കെ കേട്ട് എനിക്കൊരു മോട്ടിവേഷൻ വന്നു എനിക്കും പാടാനായിട്ടെന്ന്. അങ്ങനെയൊക്കെ കണ്ട് പിന്നെ അതുമാത്രമല്ല ഈ അരങ്ങേറ്റത്തിന് വേണ്ടി അവരെ കുറേ ഓടി നടന്നു. ഭയങ്കര ഇതായിരുന്നു, അവരെ ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഇവിടെ കുറേ ഭയങ്കര യാത്രയാണ് ഗുരുവായൂർക്ക്. എല്ലാവരും ഡിഫറെൻറ്റ് സ്ഥലത്ത് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത്ര യാത്രയൊക്കെ ചെയ്ത് പിന്നെ അതുമാത്രമല്ല ചെന്നൈയിൽ നിന്ന് 2 നമ്മളുടെ ഫ്രണ്ട്സ് വന്നു, ഹരിണി ആൻറ്റി, കൃഷ്ണൻ അങ്കിൾ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മളെ കസിൻസ് വന്നു. അപ്പോൾ എവിടെ നിങ്ങളെ എല്ലാവരോടും നല്ല നന്ദിയുണ്ട്. ഇത്ര യാത്ര ചെയ്ത് നിങ്ങളിങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ പെർഫോമൻസ് കണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ നമ്മളെ അമേരിക്കയിലെ ഫ്രണ്ട് നാരായണ അങ്കിൾ, അത് നമ്മുടെ ബഡ്ഡിയാണ് കേട്ടോ. നാരായണ അങ്കിൾ സൂപ്പറാണ്, നന്നായിട്ട് സ്പീച്ച് ആയിരുന്നു. നാരായണ അങ്കിളില്ലാണ്ട് സ്പീച്ച് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളോടൊക്കെ നന്ദിയുണ്ട്. ഇവിടെ വന്ന് അവരിപ്പോൾ നാട്ടിൽ വിസിറ്റ് ചെയ്യണം, അപ്പോൾ അവരും ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ കാര്യം പിന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം വന്നു. പാടാനായിട്ടൊരു എളുപ്പമുണ്ടായി. എനിക്ക് ഒരു ഭാവം വെച്ച് പാടാൻ പറ്റി നിങ്ങളെയൊക്കെ കണ്ട്. അപ്പോൾ അരങ്ങേറ്റ് കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അത് കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അത് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഭയങ്കര നന്ദിയുണ്ട്. എനിക്ക് സത്യമായിട്ടും വാക്കുകളില്ല. ഞാൻ അത്ര ഒരു ഇതിലാണ്, ഞാൻ ഷോക്കിലാണ് ഇത് ചെയ്യാൻ പറ്റിയതിൽ. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര നന്ദിയുണ്ട്. ഇപ്പം ഇവിടെ മാത്രമല്ല, ഇവിടെ ഓൺലൈൻ നമ്മൾ ലൈവ് സ്ട്രീമൊക്കെ കണ്ട് പിന്നെ കാണാത്ത എല്ലാം കുടുംബം, ഫ്രണ്ട്സൊക്കെ നിങ്ങളോടൊക്കെ നന്ദി പറയണം. അവിടെ ആരിസോണയിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി KHNA ഒക്കെ നിങ്ങളോടൊക്കെ നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ. വിവേകാനന്ദൻ 2 വാക്ക് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പാട്ടായാലും മതി, വാക്കിനേക്കാൾ നല്ലതൊരു പാട്ടാണ്. ഓം നമോ നാരായണായ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി സാറിന് എൻ്റെ പ്രണാമം. ഇന്നത്തെ ഈ ഒരു അരങ്ങേറ്റം, അത് ഒരു അരങ്ങേറ്റ കച്ചേരി എന്നുള്ളതിലുപരി വളരെ പ്രൊഫഷണലായിട്ടൊരു ഗായകനിരുന്ന് പാടുന്ന, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലിരുന്ന് പാടുന്ന ശൈലിയിൽ ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങളെയൊക്കെ ഇതുപോലെ പാടിക്കാനായിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഗുരുനാഥന്മാരാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രമോഹൻ സാറിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ സാറിനോട് വന്ന് പറഞ്ഞ കാര്യം അതാണ്. നമ്മൾ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് വിദ്യ അഭ്യസിച്ചിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് അറിയാം. പക്ഷെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അതുപോലെ സാറിനെ പോലുള്ള മഹാഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാനുള്ള അവസരം ലോകമെമ്പാടുമുള്ള അരുവിനെ പോലെയുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന് ഈ സാങ്കേതിക വിദ്യയ്ക്ക് ഈ അവസരത്തിൽ നമുക്കൊരു കൈയ്യടി കൊടുക്കാം തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഇത്രയും ഒരു ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളുകൊണ്ടാണ് സാറിൻ്റെ അടുത്തുനിന്ന് പഠിക്കാൻ പറ്റിയത്. പക്ഷേ അവിടെ ഇരുന്ന് പഠിക്കുമ്പോഴും ആദ്യത്തെ വർണ്ണം മുതൽ അവസാനം മംഗളം പാടി നിർത്തുന്നവരെ ഒരു സ്ഥലത്ത് പോലും താളം ഒരു അണുവിട വ്യത്യാസമില്ലാണ്ട് അത് താളമിട്ട് പാടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓൺലൈനിലൂടെ എങ്ങനെ സാധിക്കും എന്നുള്ള എനിക്കറിയില്ല. അത് സാറിൻ്റെ ഒരു മാജിക്കാണ്. കാരണം ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ ഞാൻ മൂലവും അല്ലാതെയൊക്കെ സാറിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ, എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള സാറ് പഠിപ്പിക്കുന്നത് പല ടൈം സോണിലാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ആരോടെ കാലിഫോർണിയയിൽ ഇപ്പോൾ എത്ര ടൈമാണെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ സാറ് പറയുകയാണ്. കാരണം എല്ലാ ടൈം സോണും സാറിന് കാണാപ്പാടമാണ്. അപ്പോൾ ആദ്യം തീർച്ചയായിട്ടും സാറിന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ സാറിനെ പോലൊരു ഗുരുവിനെ കിട്ടിയതിൽ ആര്യപ്പൻ തീർച്ചയായിട്ടും ഭാഗ്യവാനാണ്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഗുരുനാഥനെ കിട്ടി അവിടെ പഠിക്കാൻ പോകുന്നു. പക്ഷേ
ഇവിടെയുള്ള കുട്ടികൾ പോലും നമ്മൾ പഠിക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര മടിയുണ്ടായിരുന്ന ഒരാളാണ് ഞാനൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് എവിടെയെങ്കിലും കയറി പാടാൻ. അല്ലെങ്കിൽ പാട്ട് ദൈവാനുഗ്രഹം പോലെ, മൂകാംബികയുടെ അനുഗ്രഹം, അതുപോലെ ഗുരുവായൂരപ്പൻ അനുഗ്രഹം പോലെയൊക്കെ അത് ഒരു തൊഴിലായിട്ട് മുമ്പോട്ട് വളരെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ സാറിനെ പോലെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ സപ്പോർട്ട് അത് 100% അനുശേഷിയും അതുപോലെ ബാബുചേട്ടനും കൊടുക്കുന്നുണ്ട്. കാരണം ആദ്യം ഒരു ഗുരുവിനെ സമീപിക്കാൻ, അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ആക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അത്രയും താല്പര്യത്തോടുകൂടിയാണ് അങ്ങനെ ഒരു കാര്യത്തെ സമീപിച്ചത്. അപ്പോൾ ഞാനും വിചാരിച്ചു സാറിൻ്റെ അടുത്ത് തന്നെ പഠിക്കട്ടെ. അപ്പോൾ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി സാറ് അവൻ്റെ ടാലൻറ്റും അല്ലെങ്കിൽ ആ പാടാനുള്ളൊരു കഴിവും ഇവരുടെ അതിന് പിന്നിലുള്ള ആഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ് സാറും ഒരുപക്ഷെ ഗുരു അവരുടെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നത്. അത് ഇവരുടെ എഫേർട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു കൈയടി ഇവർക്ക് കൊടുക്കണം തീർച്ചയായിട്ടും. കാരണം അത്രയധികം എഫേർട്ട് എടുത്ത് ഓരോ പ്രാവശ്യം വരുമ്പോൾ സാറിൻ്റെ അടുത്ത് പോയി നേരിട്ടും അല്ലാതെയൊക്കെ വിദ്യ അഭ്യസിച്ച് ഈ ഒരു ലെവലിൽ വന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനമ്മയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അച്ഛൻ അത്രയധികം എഫേർട്ട് ഇട്ടിട്ടാണ് സാറിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ പഠിക്കാനും എവിടെ പോയാലും ഇപ്പോഴും ഏത് പ്രോഗ്രാമിന് പോയാലും കൂടെ വരും. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹം, ബ്ലെസ്സിങ് ആണ് നമ്മളെ സംബന്ധിച്ച്. നല്ല മാതാപിതാക്കൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെ. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇന്നിവിടെ വന്നിട്ടുള്ളവരും ഇത് ഓൺലൈനിൽ കാണുന്നവരും അമേരിക്കയിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും മറ്റെല്ലാവരും, ഞങ്ങൾക്കൊക്കെ ഈ ഒരു പെർഫോമൻസ് കണ്ടിറങ്ങിയ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം നമുക്കൊരു എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ സംഗീതം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അനുശേഷിയുടെ ഫാമിലി ഉണ്ടോ എന്നറിയില്ല. പക്ഷെ നല്ല ഭജന പാടുന്ന ആൾക്കാരാണ് ഈ കൂട്ടത്തിലുള്ളവർ നമ്മളെപ്പോഴും. അപ്പോൾ സംഗീതം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ആ ഒരു വഴിയിൽ കൂടി ആയിരിക്കാം ആര്യന് സംഗീതം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഗീത സൗകര്യ ഇന്നൊരു ആരംഭമാണ്. അപ്പോൾ ഇതിലും വലിയ വലിയ വേദികൾ, അതുപോലെ ഇന്നിവിടെ ഒരു അരങ്ങേറ്റ കച്ചേരിയായി വന്നെങ്കിൽ പിന്നീട് വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒന്ന് പാടാനുള്ള അനുഗ്രഹം ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ ആര്യവൻ ലഭിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഇതിൽ പക്കം വായിച്ച അവരെ എടുത്തു പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഒരു സംഗീതജ്ഞ എന്ന നിലയിൽ ആദിത്യ അസാധ്യമായിട്ട് വയലിൻ വായിച്ചു. നല്ലൊരു കൈയടി തീർച്ചയായിട്ടും കൊടുക്കാം. കാരണം ഈ ഒരു യങ് ഏജിലൊക്കെ തോടിയൊക്കെ വായിക്കുന്ന കേട്ടാൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ സ്വരങ്ങൾ മനോധർമ്മമൊക്കെ അസാധ്യമായിട്ട് വായിച്ചു. അതുപോലെ ആദ്യത്തിൻ്റെ ഒരു പെർഫോമൻസ് കേൾക്കാൻ സാധിച്ചുള്ള സന്തോഷം കൂടി അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നെ ചന്ദ്രമന വീട്ടിൽ ചെന്നിട്ട് നമ്മളെപ്പോൾ ഏത് ആരാധനയ്ക്കുമൊക്കെ പെർഫോം ചെയ്യുമ്പോഴും ഉമേഷ് ചേട്ടൻ സ്ഥിരം ഒരു സാന്നിധ്യമാണ്. അപ്പോൾ ഇവിടെയും ആര്യവൻ അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിനുള്ളതെല്ലാം ഒരു സന്തോഷം അറിയിക്കുന്നു. പിന്നെ ജയരാജേട്ടനും അദ്ദേഹത്തിനായിട്ട് നന്ദി. പിന്നെ സാറിൻ്റെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ള അദ്വൈത അതുല്യ, അതുപോലെ സജീവേട്ടൻ, പിന്നെ സാറിൻ്റെ സഹോദരി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഉള്ള നിറം സാന്നിധ്യമാണ്. പിന്നെ സാറിൻ്റെ ഫുഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് 2 വാക്ക് പറയുവാണ്. കാരണം ആ വീട്ടിൽ നിന്ന് എപ്പോൾ ചെന്നാലും നമ്മൾ ഇനി സാറ് വന്നില്ലെങ്കിലും നമ്മൾ സാറൊന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എടുത്ത് കഴിക്കുക എന്നുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശിഷ്യന്മാർക്കുണ്ട്. സാറിൻ്റെ പായസമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു മൂകാംബിക യാത്ര കഴിഞ്ഞുള്ളൂ. സാറുണ്ടായിക്കൊണ്ടിരുന്ന ഓരോ പലഹാരവും അത് സാമ്പാറാണെങ്കിലും ഞാൻ കുടിച്ചു തീർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്നെ വയലിൻ പഠിപ്പിച്ച സാറാണെങ്കിലും സാറും എല്ലാവരും, കാരണം അങ്ങനെ ഗുരുക്കന്മാരുടെ ഒരു അരുമ ശിഷ്യനാവുക എന്നുള്ളത് അതിലപ്പുറത്തേക്ക് നമ്മൾ എത്ര വലിയ പാട്ടുകാരനായാലും ഇതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഈ അവസരത്തിലും സാറിൻ്റെ കാൽക്കട്ടോട് പ്രണാമം, എല്ലാ അനുഗ്രഹവും സർവീസിനും നൽകട്ടെ. ഇവിടെ എത്തിയിട്ടുള്ളവർക്കും ഒക്കെ ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ പ്രണാമം. നാരായണ നമസ്കാരം. താങ്ക് യു. ഒരു 4 വരി വേണം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം.
താങ്ക് യു. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനായി ആര്യമൻ്റെ ഫാദർ ഗണേഷ് പണിക്കരെ സ്വാഗതം ചെയ്തു. ഇനി നന്ദി പറയാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ആര്യമന് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആദ്യമായി ചന്ദ്രമന നാരായണൻ നമ്പൂതിരി സാറിനോട് വളരെ തീർത്ഥാതീരാത്തൊരു കടപ്പാണ് ഉള്ളത്. 2017 മുതൽ ഞങ്ങൾ അലാം വച്ചിട്ടില്ല എന്ന് പറയാം. കറക്റ്റ് 5:30 ആകുമ്പോഴത്തേക്കും സാറിൻ്റെ കോൾ വരും. അപ്പോൾ അത്ര വളരെ കാര്യമായിട്ടാണ് ആര്യമനെ സാറ് വളർത്തിയെടുത്തത്. താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ ആര്യമനെ സാറിൻ്റെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിവേകാനന്ദ്. ഞാൻ വിവേകിനോട് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, നമുക്ക് പറ്റിയൊരു പാട്ട് സാറിന് വേണം. അപ്പം തന്നെ വിവേക് പറഞ്ഞത് ചന്ദ്രമന സാറാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് വിവേകാനന്ദ്. അതേപോലെ തന്നെ ഇവിടെ കൂടിയ വന്നേക്കണ എല്ലാവർക്കും, ദൂരസ്ഥലങ്ങളിൽ നിന്നും പലരും വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കസിൻസ് പലരും വന്നിട്ടുണ്ട്, ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബനാറസിൽ നിന്ന് താങ്ക് യു വെരി മച്ച് കൃഷ്ണ ആൻഡ് ഹരിണി. I know that you came all the way from there, and even though you had some unexpected events, you made it. Thank you very much. And പിന്നെ എല്ലാ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ബാലുശ്ശേരി കൃഷ്ണ സാറിന് താങ്ക് യു വെരി മച്ച്. ആൻഡ് ഉമേഷ് സർ, ജയദീപ് സർ, ജയരാജ് സർ, ആൻഡ് ആദിത്യ, ആൻഡ് അബ്രിജിത്ത് അല്ലേ, അദ്രിജിത്ത്, യാ. പിന്നെ ഇതിനെക്കാട്ടിലുപരി ഹോട്ടൽ ഗുരുവായൂർ ദർശനിൽ എല്ലാ സ്റ്റാഫ്, എസ്പെഷ്യലി മാനേജർ മിസ്റ്റർ കുട്ടി, പുള്ളി തുടക്കം മുതൽ നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ കിട്ടാൻ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ രജിസ്ട്രേഷൻ എല്ലാം അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊക്കെ നമുക്ക് വളരെ ഈസിയാക്കി തന്നു. അതുകൂടാണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമുക്ക് വളരെയധികം സപ്പോർട്ട് തന്നു. പിന്നെ ചില ദേവസ്ഥത്തിൻ്റെ ചില കീറാമുട്ടികളൊക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. പിന്നെ ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ആര്യമനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഏതൊരു കാര്യത്തിനും വേണ്ടത് അറിവാണ് അല്ലേ. അപ്പോൾ ആര്യമൻ മകനായതുകൊണ്ട് പറയുമല്ല, പുള്ളിക്ക് അറിവ് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാൻ. കാരണം ഈ സരിഗമ ബാലപാഠം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പതുക്കെ സരിഗമ പാടുമ്പോൾ പുള്ളി ഉടനെ പറയും നമുക്ക് കിടന്നുറങ്ങാമെന്ന് പറയും. പുള്ളിക്ക് അന്നേ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പോൾ സോ ഓൾ ജോക്സ് അപ്പാർട്ട്, താങ്ക് യു വെരി മച്ച്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ടും ശ്രീ ചന്ദ്രമന നമ്പൂതിരി സാറിൻ്റെ അനുഗ്രഹം കൊണ്ടും നല്ല രീതിയിൽ കച്ചേരി അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞ ആര്യമൻ്റെ ഈ എഫർട്ടിന് നമ്മൾ നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. जो 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 साधुवन्ता, जो 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 भाग्यवन्ता, जो 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 साधुवन्ता, जो 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 भाग्यवन्ता, जो 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 गुणवन्ता, जो 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 लक्ष्मीकान्ता.
प्रिय कृष्णन जो जो भक्तवत्सला भवहरणे जो जो धृतिवासना प्रिय कृष्णन जो जो मुक्तिदायक मुरहरणे जो जो मुक्तिदायक मुरहरणे जो जो चित्तजनय परवस्तुवे